Hi, good morning. Okay. പിന്നെ 9 ആളെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ഇവിടെ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ അടുത്ത ആഴ്ച മുതൽ ഈ അസൈൻമെൻറ്റ് വൈവ അവറിൽ വൈവ ചോദിച്ച് തുടങ്ങണം. അതായത് ഒറിജിനലായിട്ട് അസൈൻമെൻറ്റ് കൊടുക്കാതെ വൈവ തന്നെ ചോദിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ആഴ്ച നിങ്ങൾക്ക് എൻ്റെ അസൈൻമെൻറ്റ് വൈവ അവറില്ല. അടുത്ത ആഴ്ചത്തെ അസൈൻമെൻറ്റ് വൈവ അവറിൽ ആദ്യത്തെ ഒരു 3, 4, 5 ആൾക്ക് വൈവ ഉണ്ടാവും. ഓക്കെ, നോർമലി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ, പിന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഇതൊരു പഠിപ്പിക്കുന്നു. അതൊക്കെ ആയിരിക്കും ചോദിക്കാം. ടഫായിട്ടുള്ള ക്വസ്റ്റിനും ഡെറിവേഷനും ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ പഠിക്കുന്ന സബ്ജക്റ്റിലുള്ള നോളജ് ചെക്ക് ചെയ്യാന്നാണ് ഉദ്ദേശം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. സോ പ്രസൻറ്റേഷൻ കാണുന്നില്ലെങ്കിലോ സൗണ്ടൊക്കെ കട്ടാവുന്നുണ്ടെങ്കിലോ അപ്പോൾ പറയണം. ഓക്കെ, സോ in our previous class we discussed about Heisenberg's uncertainty principle. That means according to de Broglie, the particles with lower size and mass will show quantum behavior, or it will show the dual behavior or wave and particle behavior. അതായത് സൈസും മാസും വളരെ കുറവായ പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ അതുപോലുള്ള പാർട്ടിക്കിൾസ് എന്ത് ബിഹേവിയർ കാണിക്കും? ഇറ്റ് വിൽ ഷോ ഡുവൽ ബിഹേവിയർ, അതായത് വേവ് ആയിട്ടും ആക്ട് ചെയ്യും, പാർട്ടിക്കിളായിട്ടും ആക്ട് ചെയ്യും, ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ്. സോ such particles we can call them quantum particles. Such quantum particles will want to obey some certain rules. ക്വാണ്ടം പാർട്ടിക്കിൾസ്, അതായത് ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിൾസ് ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഒബേ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് വി നോ ദാറ്റ്, or Newtonian mechanics, all the particles should obey some of the principle named principle of conservation of energy, conservation of linear momentum, conservation of angular momentum, and in electromagnetics we know conservation of charge. So many principles govern in the classical mechanics and Newtonian mechanics, and in electromagnetics or in electrostatics theory. Here, in case of quantum particles or the particles which shows dual behavior, must obey some of the rules. And first rule the first principle which a quantum particle should obey is Heisenberg uncertainty principle, and it is a measurement problem. Mathematically defining delta x, if the uncertainty in the position is delta x and uncertainty in the momentum is delta p, then product of both uncertainty should be greater than or equal to some h cut, where h cut is the reduced Planck's constant. And this momentum and position, ഈ മൊമെന്റം പൊസിഷൻ എന്ന് പറയുന്നത് അത് കോൺജുഗേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി വേരിയബിൾസ് ആണ്. സോ കോംപ്ലിമെന്ററി വേരിയബിൾസിന്റെ കേസിൽ രണ്ട് കോംപ്ലിമെന്ററി വേരിയബിൾസും ഒരു ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. അതായത് ഒരു ടൈമിൽ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് വി സ്റ്റഡിഡ് അബൌട്ട് ദി അപ്ലിക്കേഷൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓൾസോ ഇൻ അവർ പ്രീവിയസ് ക്ലാസ്. ഓക്കെ, ടുഡേ we are learning about some more deep complication or deep things in quantum theory. First one is, what is a wave function? Okay, first one is wave function. സോ ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു ഡുവൽ ബിഹേവിയർ കാണിക്കുന്നത്, അതായത് വേവ് ആൻഡ് പാർട്ടിക്കിൾ ബിഹേവിയർ കാണിക്കുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? വി ക്യാൻ റെപ്രസെന്റ് എ ക്വാണ്ടം പാർട്ടിക്കിൾ ആസ് എ wave packet. It is neither a particle or neither a wave. We can represent it as a wave
packet, and it is a wave that confined into space. We can represent a quantum particle or particle which shows both the wave and particle behavior as a wave packet. Okay, that means in this region we can find the particle. അതായത് വേവ് പാക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ കാണാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ ഡ്രോ ചെയ്യുന്ന ഒരു വേവ്. സോ എന്ത് ചെയ്തു? അതുകൊണ്ട് നമ്മൾ പാർട്ടിക്കിൾ നേച്ചറും റെപ്രസെന്റ് ചെയ്തു, അതുപോലെ തന്നെ വേവ് ഓസിലേറ്ററി അല്ലെങ്കിൽ ഒരു wave behavior നമ്മൾ represent ചെയ്തു. So we can represent a quantum particle as wave packet, and mathematical representation of a wave packet or a quantum particle or such an electron which shows dual behavior is called wave function. Okay, സാധാരണഗതിയിൽ നമ്മൾ വേവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? വി നോ വി ക്യാൻ റെപ്രസെന്റ് എ സിനുസോയിഡൽ വേവ് ഓർ എ ട്രാൻസ്വേഴ്സ് വേവ് ലൈക്ക് ദിസ്, and mathematical function determining this wave is y equal to some a sin x. You already know when studying wave mechanics, we know that this a is the amplitude, and this wave, this transverse wave, is determined by this mathematical function y is equal to a sin x. അപ്പോൾ ഈ ഒരു പ്ലെയിൻ വേവിന്, ഈ പ്ലെയിൻ ട്രാൻസ്വേഴ്സ് വേവിന് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദിസ് വേവ് is described by a mathematical function. Similarly, a quantum particle or a particle which shows dual behavior is represented by a mathematical function, specifically talking a complex mathematical function which representing a quantum particle which characteristics a matter wave. It is called a wave function, and it is the variation in wave function that goes to make the matter wave. So that means when particles moves to one direction, particle ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചോ, സോ കറസ്പോണ്ടിങ് ആയിട്ട് wave function change varanam. Say that the wave function is some phi of xt. Okay, now when the particle is moving, then particle means when the matter wave is moving in one direction, the corresponding change should be reflected in the wave function. Okay, so wave function basically നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു മാർഗം പറയാം. കൺസിഡർ എ ബോൾ ത്രോൺ അപ്വാർഡ് അല്ലെങ്കിൽ കൺസിഡർ എ പ്രൊജക്ടൈൽ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രൊജക്ടൈൽ പഠിക്കുന്നുണ്ടല്ലേ. സോ സേ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പ്രൊജക്ടൈൽ y of t is given by some at square plus bt plus c, which we can say it is a parabolic function. So ഒരു പ്രൊജക്ടൈലിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് y of t is equal to at square plus bt plus c. Using this equation, this is a function representing the path of projectile. നമ്മളൊരു ബോളാണ് പ്രൊജക്ടൈൽ എറിയുന്നെങ്കിൽ ആ ബോളിന്റെ പാത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? y of t is equal to at square plus bt plus c. Using this function, ഡിസ്പ്ലേസ്മെന്റ് എന്ന ഒറ്റ ഫംഗ്ഷനിൽ നിന്ന് we can derive all the properties of the പ്രൊജക്ടൈലിന്റെ എല്ലാ ഡാറ്റയും എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആ സിംഗിൾ ഇക്വേഷൻ ഒന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? ഹൗ? വെൻ വി differentiate this displacement, what we will get the velocity of projectile. When differentiate twice, then what we will get the acceleration of the projectile, and multiply a mass with the second derivative of displacement, then we will get the force on the projectile. So using this single information, using this mathematical function which represents the path of a projectile, we can derive all the information of the classical particle or a Newtonian particle which undergoing a projectile. അതായത് ഒരു പ്രൊജക്ടൈൽ, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ആംഗിളിൽ എറിയുന്ന ഒരു ബോളിന്റെ എല്ലാ ഇൻഫർമേഷനും ജസ്റ്റ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. സിമിലർലി ഫോർ എ ക്വാണ്ടം പാർട്ടിക്കിൾ, ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ എല്ലാ ഇൻഫർമേഷനും ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അതായത് ബോൾ ആയിട്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷന് പ്രൊജക്ടൈൽ പാർട്ടിക്കിളിന്റെ, അതായത് പ്രൊജക്ടൈലിന് അണ്ടർഗോ ചെയ്യുന്ന ഒരു ബോൾ ആണെങ്കിൽ ഏത് പാർട്ടിക്കിളിന്റെ മുഴുവൻ ഇൻഫർമേഷൻ അടങ്ങിയതുപോലെ, ലൈക്ക് ദാറ്റ് ഫോർ എ ക്വാണ്ടം പാർട്ടിക്കിൾ this wave function is a mathematical function which contains all the information of the quantum particle or the matter wave. മനസ്സിലായോ? യൂസിങ് ദിസ് ഇക്വേഷൻ, ഇപ്പോൾ പ്രൊജക്ടൈൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് അറ്റ് ടൈം t equal to 0 എവിടെയാണ് പ്രൊജക്ടൈൽ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ത്രോ ചെയ്ത ബോൾ എന്ന് പറയാൻ പറ്റും. സിമിലർലി അറ്റ് t is equal to 0 എത്രയാണ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. അറ്റ് t is equal to some 3 seconds. So we can predict so many properties like displacement, velocity, force, acceleration,
all the information of the projectile can be reduced from this expression, this mathematical expression. Similarly, using a wave function, we can reduce all the characteristics of the what is the probability of finding a particle in some space. We can, when we using the square, when squaring the this wave function, അതായത് ഏത് ഒരു സം x1 x2ന്റെയും ഇടയ്ക്ക് പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി ഈ വേവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദ സ്ക്വയർ ഓഫ് വേവ് ഫംഗ്ഷൻ ഗീവ്സ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സിമിലർലി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷനിൽ ഇപ്പോൾ കുറേ ഓപ്പറേഷൻ ചെയ്തില്ല, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്തു, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സിമിലർലി ഈ വേവ് ഫംഗ്ഷനിൽ പല ഓപ്പറേറ്റേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ സോ മെനി പ്രോപ്പർട്ടീസ് ഓഫ് ദി quantum particles or particle which shows dual behavior, or specifically in the words of de Broglie, we can derive all the characteristics of a matter wave with the help of a wave function. So wave function, it represents a wave function, or it is mathematically represents a matter wave or a particle wave. Okay, but there is a difference between both these things. നമ്മൾ ക്ലാസിക്കൽ അനലോഗ് ഞാൻ ക്ലാസിക്കലി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. സോ പക്ഷേ ഇത് നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതായത് y of xt, ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പ്രൊജക്റ്റൈൽ. പ്രൊജക്റ്റൈലിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, ആൻഡ് ഇറ്റ് ഹാസ് എ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. We know what is displacement. Displacement represents the position of the projectile at some time t. ഒരു ടൈം ടെയിൽ നമ്മുടെ പ്രൊജക്റ്റൈൽ ഏത് പൊസിഷനിലായിരിക്കും എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്. ബട്ട് ദി വേവ് ഫംഗ്ഷൻ phi of xt has no physical significance. phi of xt മാത്രം വെച്ച് phi of xt എന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷന് യാതൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇല്ല. അത് മാറ്റർ വേവിന്റെ യാതൊരു പ്രോപ്പർട്ടി നമ്മളോട് പറയുന്നില്ല. പക്ഷേ വെൻ ഇറ്റ് സേസ് നമ്മളൊരു ഓപ്പറേറ്റർ, ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിക്കും എനർജി ഓപ്പറേറ്റർ phi of xt നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൈനസ് ഡോ ബൈ ഡോ ടി ടി റെസ്പെക്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തിനെ വേവ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും, eigen valued എനർജി കിട്ടും. സോ phi of xt has no physical significance itself, but when operating some operators on phi of xt, we get the properties of the quantum particle. So ഇത്ര മാത്രം മനസ്സിലാക്കുക. ഡുവൽ പ്രോപ്പർട്ടി കാണിക്കുന്ന പാർട്ടിക്കിൾസിനെ, അതായത് ക്വാണ്ടം പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മാറ്റർ വേവ്സിനെ ഫിസിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, ഒരു വേവ് പാക്കറ്റാണ്. സോ വേവ് പാക്കറ്റിനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈൻ വേവിനെ y ഈക്വൽ ടു a sin xt എന്ന് പറയുന്ന പോലെ ഒരു മാറ്റർ വേവിനെ നമുക്ക് പറയാൻ പറ്റുന്ന, മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ബട്ട് വേവ് ഫംഗ്ഷൻ ഹാസ് നോ സിഗ്നിഫിക്കൻസ് വെൻ ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് അലോൺ. വേവ് ഫംഗ്ഷൻ എന്ന ഒരു ഫംഗ്ഷന് മാറ്റർ വേവിൽ യാതൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ബട്ട് യൂസിങ് ദിസ് വേവ് ഫംഗ്ഷൻ വി ക്യാൻ ഡിറൈവ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ക്വാണ്ടം പാർട്ടിക്കിൾ. ഇറ്റ് കണ്ടെയ്ൻസ്, കൺസിഡർ ദാറ്റ് വേവ് ഫംഗ്ഷൻ ഇസ് ലൈക്ക് എൻ ID കാർഡ്. നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ID കാർഡ് എടുക്കാറില്ലേ? വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ ഐഡന്റിറ്റി കാർഡ് പോലെയാണ്. അതായത് അതിൽ ആ ക്വാണ്ടം പാർട്ടിക്കിളിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് നമ്മൾ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് eigen വാല്യൂ ആയിട്ട് ആ വാല്യൂ കിട്ടും. ഇപ്പം എനർജി ആണെങ്കിലും മൊമെന്റം ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, so that means all the particles which obey the rules of quantum mechanics, or which shows the dual behavior, or which shows the wave behavior and particle behavior, then there will be a corresponding wave function to represent it. ഒരു ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, now the conditions of wave function. വെറുതെ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ there will be some condition for assigning wave function. There is some condition. This wave function should be continuous. This wave function should be continuous and single valued everywhere. Why is saying single valued everywhere? Because അതായത് നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് y of x equal to some function of t. Then if this function has some if this function is multi-valued, ഈ ഫംഗ്ഷൻ multi-valued ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അറ്റ് എ ടൈം t ഒരേ ഇൻസ്റ്റന്റിൽ പാർട്ടിക്കിളിന് രണ്ട് പൊസിഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. Similarly, for a wave function, it should be continuous and it should be single valued. Okay, and its derivative, because dou psi by dou t
dou psi by dou t, dou psi by dou x, dou z by dou z. All the derivative, first order, second order, all the derivatives of the wave function should be continuous and single valued. Okay, continuous and single valued. And the third condition is the wave function psi, which it can be normalized. സോ എന്താണ് സൈ നോർമലൈസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അടുത്തൊരു ഡെറിവേഷൻ വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഇപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കുറച്ച് കോംപ്ലക്സ് ആണ്. ഓക്കെ, so these are the three conditions for the requirements of wave function. That means the first one is the wave function should be continuous and single valued everywhere, and the derivatives, that means dou psi by dou x, dou psi by dou y, dou psi by dou z, must also be continuous and single valued everywhere, and psi also can be normalized. Okay, now we are moving to the basic equations of quantum mechanics, which is called Schrodinger's equation. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷനെ കുറിച്ച്. ഓക്കെ, so in classical mechanics, what is the basic equation? Or in Newtonian mechanics, what is the basic equation which governs all the properties of the particle we are considering? It is Newton's second law. Newton's second law ആണ് നമുക്ക് classical mechanics ന്റെ basic equation എന്ന് പറയാൻ പറ്റും. Because by taking all the consequences, അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ എടുത്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഡെറൈവ് ചെയ്യുന്നത്. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇസ് ദ ബേസിക് principle or the basic law which governs all the properties and or the motion of a classical particle according to Newtonian mechanics. അതായത് നമ്മളിപ്പോൾ നേരത്തെ പ്രൊജക്ടൈലിന്റെ കേസ് എടുത്തില്ലേ, ആ ഒരു കേസിൽ ബോളിന്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന പോലും ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ ബേസിക് കൺസെപ്റ്റ് ആണ്. സോ സിമിലർലി for a particle undergoing in quantum mechanics or the particle showing quantum behavior, it should obey some of the basic equation. അതായത് ക്വാണ്ടം പാർട്ടിക്കിൾ ഒബേ ചെയ്യേണ്ട ബേസിക് ഇക്വേഷൻ ആണ് എന്ത്? സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ is the basic expression which is used in quantum mechanics. Okay, so problem എന്താണെന്ന് വെച്ചാൽ it can be derived from the elementary rules. അതായത് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ചെറിയ ക്ലാസ്സിലൊക്കെ എഫ് ഈക്വൽ ടു എം എ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഡിറൈവ് ചെയ്യുമല്ലോ ചെയ്ത്, വി ക്യാൻ ഡിറൈവ് ദിസ് ഇക്വേഷൻ ബിക്കോസ് ന്യൂട്ടൺ പോസ്റ്റുലേറ്റഡ് എഫ് ഈക്വൽ ടു എം എ. സിമിലർലി Schrodinger's equation is an equation which is applicable to quantum particles and it can be derived from elementary rules. So we take a method to derive this Schrodinger equation. That means we assume that the matter wave, നമ്മളൊരു ക്വാണ്ടം പാർട്ടിക്കിൾ എടുക്കുകയാണ്, നമ്മൾ ആ ക്വാണ്ടം പാർട്ടിക്കിളിനെ എടുത്തിട്ട് we are assuming that it is a plane progressive wave. അതിനെ നമ്മളൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണെന്ന് പറയുകയാണ് ഒരു മാറ്റർ വേവിനെ. കൺസിഡർ ദാറ്റ്. Then how we represent a plane progressive wave? Yes, we studied in previous module that a plane wave can be represented as phi of xt equal to a e raised to I kx minus omega t. നിങ്ങൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ച ഓർമ്മയുണ്ടാവും ഒരു വേവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷനിലാണ് കിട്ടിയത്. അതിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ റിയൽ പാർട്ട് എടുത്തത്, എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്ന റിയൽ പാർട്ട് പിന്നെ എടുത്തു എന്നേ ഉള്ളൂ. സോ ദ ബേസിക് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഈസ് ഗിവൺ ബൈ ഫൈ ഓഫ് എക്സ് ടി ഈക്വൽ ടു എ ഇ ഐ kx minus omega t, where k is the wave number, k is equal to 2 pi by lambda, which is related to lambda. K is equal to 2 pi by lambda, where k is called wave vector or wave number, and omega, it is the angular frequency of the wave. Omega എന്ന് പറയുന്നത് വേവിന്റെ angular frequency ആണ്. Okay, now for deriving Schrodinger's equation, we assume that from Einstein's formula, Einstein's formula in photoelectric effect, we know that from Einstein's formula or from Max Planck, we know that energy equal to h mu. ഇതറിയാവുന്ന ഇക്വേഷൻ, എനർജി എന്ന് പറയുന്നത് എച്ച് മ്യൂ ആണ്. അത് ഐൻസ്റ്റൈൻ ഫോട്ടോവോൾട്രിക് എഫക്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ പറഞ്ഞാണ്, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് മ്യൂ ഓർ ദ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ഈസ് മ്യൂ, ഫോട്ടോണിന്റെ ഫ്രീക്വൻസി മ്യൂ ആണെങ്കിൽ വാട്ട് ഈസ് ദ എനർജി ഓഫ് ദാറ്റ് ഫോട്ടോൺ? ഇറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് മ്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു h omega by 2 pi. That means if mu nu param for in the place of mu we put omega by 2 pi because frequency is related to angular frequency as omega by 2 pi. Then now this can be written as h cut by omega because here we have h by 2 pi.
What is h is Planck's constant, and reduced Planck's constant is represented as h cut is equal to h by 2 pi. So we can write as this expression as energy equal to h cut omega. Okay, that means energy equal to h cut omega, or omega equal to E by h cut. Let this be equation 1. Similarly, from de Broglie's expression for matter wavelength, de Broglie പറഞ്ഞത് എന്താണ്? Lambda of matter wave is given by h by p, or p is equal to h by lambda. That can be represented as h by 2 pi into 2 pi by lambda. അതായത് momentum of a matter wave or a particle which shows dual behavior is given by h by lambda. This is the de Broglie's basic postulate. From that equation നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്. അതായത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 pi ഇട്ടു. Then what happens? What is h by 2 pi? h by 2 pi is the reduced Planck's constant. So h cut. What is 2 pi by lambda? 2 pi by lambda is the wave vector k. That means we get that momentum p is equal to h cut k, or wave vector k is given by p by h cut. Now this is equation 2. ഇതുവരെ ചെയ്ത് മനസ്സിലായല്ലോ. അതായത് ബേസ് നമ്മൾ പറയുന്നു ഒരു ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ മോഷനാണ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമ്മൾ പറയുന്നു ഒരു മാറ്റർ വേവ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ, അതായത് ജസ്റ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫൈ ഓഫ് എക്സ് ടി ഈക്വൽ ടു നമുക്കറിയാം ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ എ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. കെ എന്ന് പറയുന്ന വേവ് വെക്ടർ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 2 k is equal to 2 pi by lambda, and omega is the angular frequency of that wave. So initially, using first Einstein's formula E is equal to h mu, we derived that energy is equal to h cut omega, or omega is equal to E by h cut. Similarly, using the de Broglie's hypothesis, de Broglie's wave concept, we derived that momentum p is equal to h cut k, or k is equal to p by h cut. Now substitute for this omega and k. We know that in the equation of plane progressive wave, we have a k and omega, which is wave vector and angular frequency. In the place of this k and omega, now put E and p. Okay. Now that means phi of xt equal to a e raised to I. K varum p by h cut. That means p by h cut x minus omega ki varum, sorry, in the place of omega we can write E by h cut. E by h cut into t, or we can write as a e raised to ഈ രണ്ട് എച്ച് കട്ട് ഉണ്ടല്ലോ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന പി ബൈ എച്ച് കട്ടിന് ഇ ബൈ എച്ച് കട്ടിൻ്റെ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരിക. അതായത് എ ഇ റേസ് ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു പി എക്സ് മൈനസ് ഇ ടി. ഓക്കെ, സോ now we can represent this quantum particle or the matter wave as wave function is given as phi of xt equal to a e raised to I by h cut into px minus et. So this equation represents a quantum particle or a matter wave which has a momentum p and energy e and traveling towards x direction. അതായത് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന മൊമെൻറ്റം പി ഉള്ള എനർജി ഇ ഉള്ള ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെയാണ് ഈ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നൗ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ദിസ് സൈ ഓഫ് എക്സ് ടി. സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ആണല്ലോ. നൗ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ഇറ്റ് ട്വൈസ്. രണ്ട് പ്രാവശ്യമാണ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഡോ സ്ക്വയർ സൈ by dou x square. Then we will get minus p square by h cut square into psi. ഓക്കെ, അതായത് ഈ ഫൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ
പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക 2 പ്രാവശ്യം. സോ ആദ്യം നമ്മൾ ലെറ്റ്സ് ഡു ഇറ്റ്. വാട്ട് ഈസ് ഡോസ് ഐ ബൈ ഡോ ടി? ഓക്കെ, എ ഈസ് എ കോൺസ്റ്റന്റ്, സോ വി ക്യാൻ റൈറ്റ് എ. Then differential of e raised to I h cut px by et. The partial differentiation is with respect to x. So we can write e I h cut px by minus et into, now the partial differentiation inside this function, that means d by d dou by dou x of this I h cut px minus et. That means I by h cut p. അതായത് ആദ്യം ഈ ഫംഗ്ഷൻ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അത് കഴിയുമ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ലോ ഓഫ് കാൽക്കുലസ് എന്താണ്, ഇതിൻ്റെ ഉള്ള ഫംഗ്ഷനെ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഫംഗ്ഷനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതെന്ന് പറയുന്നത് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് പി എക്സ് എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, നൗ അഗെയിൻ partial differentiate this function. So to get dou square psi by dou t square, ഈ ഫംഗ്ഷനെ നമ്മൾ ഒന്നുകൂടി പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് a square e raised to, sorry, a square അല്ല, I raised to I by h cut px minus et into I, already we have a I by h cut p here, into again partial differentiating this function, we get I by h cut p. Then that means I into I, and then I into I. I into I is I square. I square is minus 1. Then we have that means this function is giving minus p into p square by h cut.
ഓക്കെ, എപ്പോഴാണ് കട്ടായത്? എവിടം വരെ ഞാൻ എടുത്തത്? എവിടം വരെ കേട്ടു? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, എപ്പോഴാണ് കട്ടായത്? കോൾ എപ്പോഴാണ് കട്ടായത്? മീറ്റിംഗ് എപ്പോഴാണ് കട്ടായി പോയത്? ആരോടിപ്പോ ചോദിക്കുക? സായന്റെ ഒന്ന് വോയിസ് ഓൺ ആക്കിയേ. എടാ, എപ്പോഴാ കട്ടായത്? ഞാൻ എവിടം വരെ എത്തി? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എനിക്കല്ലേ? ഓക്കെ, തുടങ്ങുമ്പോഴേ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാനപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞുകൊണ്ടിരുന്നത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷനാണ് ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ, ഒരു മാറ്റർ വേവിനെ നമ്മളൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആയിട്ട് അസ്യൂം ചെയ്യും. സോ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി നോ ദാറ്റ് ദി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഈസ് psi of xt equal to a e raised to I kx minus omega t. What is k? K is the wave vector which is equal to 2 pi by lambda. This is how it is related to wavelength. Similarly, omega is the angular frequency of wave. Now, assuming that our matter wave or our quantum particle is moving through space as a plane progressive wave, then we can represent the wave function psi of xt equal to ae raised to minus kx minus omega t. Now, നമ്മളിവിടെ ഈ ഇക്വേഷനിൽ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് ഒന്നാമത്തെ കാര്യം ഐൻസ്റ്റീൻസ് ഫോർമുല എടുത്തു, എന്നിട്ട് ഇ ഈക്വൽ ടു എച്ച് മ്യൂ വെച്ചിട്ട് നമ്മൾ അവസാനം പറയുന്നു ഇ ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ. സോ ഒമേഗ ഇക്വേഷനിൽ ഒമേഗയ്ക്ക് നമുക്ക് എന്താ ഇ ബൈ എച്ച് കട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി ഈ ഇക്വേഷനിലെ കെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് എടുത്തു. ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് പ്രകാരം വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ വിത്ത് മൊമെന്റം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. സോ we write p is equal to h by lambda, and at last we get the momentum of this particle is given by h cut k. Or now we can, അതായത് ഇവിടുത്തെ കേക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? p by h കട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നൗ വി ക്യാൻ റെപ്രസെന്റ് ദിസ് മാറ്റർ വേവ്, ഈ മാറ്റർ വേവിനെ അല്ലെങ്കിൽ ക്വാണ്ടം പാർട്ടിക്കിൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നൗ ദ വേവ് ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് psi of xt equal to a e raised to I by h cut p x minus e t എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ, സോ ഈ വേവ് ഫംഗ്ഷൻ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാറ്റർ വേവിനെയാണ്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടം പാർട്ടിക്കിളാണ്. അതായത് ഡുവൽ ബിഹേവിയർ കാണിക്കുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിളാണ് വിത്ത് മൊമെന്റം p and energy E, and which is traveling in positive x-axis. Okay, so now for obtaining Schrodinger's equation obtain ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ എക്സ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്വൈസ്, 2 പ്രാവശ്യം, അത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം. സോ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ we get that d square psi by dou x square equal to minus p by p square by h cut square psi. സോ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതാണ് ഈ സൈഡിൽ ചെയ്തിരിക്കുന്നത്. സോ അറ്റ് ലാസ്റ്റ് വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. സിമിലർലി വെൻ പാർഷ്യൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി, ഈ തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷനെ ടി വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, then what we will get an expression like this. Okay, now look at this equation. Now ഞാൻ ഇക്വേഷൻ 3 ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി, പി സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. എഴുതാമല്ലോ ഇക്വേഷനെ. ഇക്വേഷൻ 3 ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താണ് ഇക്വേഷൻ 5. ഓക്കെ, നൗ ഇക്വേഷൻ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം,
this considering this p square as an operator, ഈ p സ്ക്വയറിനെ ഒരു ഓപ്പറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ വി ആർ റൈറ്റിംഗ് this f of x equal to or f of y is equal to some d square y by dx square. അതായത് ഫംഗ്ഷൻ y എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എന്താ? d square by dx square. That means the operator f is what? d square by dx square. അത് ഏതൊരു വേരിയബിളിനെയും എഫിന് കീഴിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സിമിലർലി ദിസ് ഇക്വേഷൻ പ്രൂവ്സ് ദാറ്റ് ദ ഓപ്പറേറ്റർ പി സ്ക്വയർ, അതായത് മൊമെന്റത്തിന്റെ സ്ക്വയർ ആണ്, p square over phi is represented as minus h cut square dou square by dou x square. That means the momentum operator or the square of momentum, we can say the square of momentum, it is an operator which is performing action minus h cut square dou square square by dou x square. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ ഒരു മാറ്റർ വേവിന്റെ മൊമെന്റത്തിന് സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷനെ മൈനസ് എച്ച് സ്ക്വയർ കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, അതായത് അതിന്റെ ആ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റത്തിന്റെ സ്ക്വയർ കിട്ടും. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ ഓപ്പറേറ്റർ ആൻഡ് ദിസ് ഓപ്പറേറ്റർ ഈസ് റെപ്രസെന്റഡ് ആസ് p square equal to minus h cut square dou square psi by dou x square. Similarly, when looking on this equation, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ 4 ഒന്ന് ശരിക്കും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, this energy E can be represented as E psi is equal to I h cut dou psi by dou t. Okay. അതായത് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഇക്വൽ മൈനസ് ഐ ഇ ബൈ എച്ച് കട്ട് സൈ എന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എന്ത്? ഇ സൈ ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. അതായത് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 by ഓൾസോ കൺസിഡർ ദാറ്റ് 1 by ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ. സോ അതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ഇ സൈ ഈക്വൽ ടു ഐ മൈനസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. സോ വാട്ട് ദിസ് ഈ ഇക്വേഷൻ എന്താ തെളിയിക്കുന്നത്? Energy, this is energy operator. E over psi means I h cut, E over psi means I h cut dou psi by dou t. അതായത് നമുക്കൊരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ എനർജി അറിയണം അറ്റ് സം ടി ടൈം ടി. എന്താ ചെയ്യേണ്ടത്? അതിന്റെ വേവ് ഫംഗ്ഷനെ എനർജി ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഓർ എനർജി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വാട്ട്? ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ആണ്. സോ ജസ്റ്റ് ഓപ്പറേറ്റ് വിത്ത് എനർജി ഓപ്പറേറ്റർ. സോ using a equation of a plane progressive wave, now we deduce two operator, മൊമെന്റത്തിന്റെ സ്ക്വയറിന്റെ ഓപ്പറേറ്ററും എനർജിയുടെ ഓപ്പറേറ്ററും നമ്മൾ ഡെഡ്യൂസ് ചെയ്തു. യൂസിങ് ദിസ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് പ്രോബ്ലം വന്നുകൊണ്ട് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഓക്കെ, സോ 12:09. സോ അറ്റൻഡൻസ് ഞാൻ വിളിക്കാം. അനസ് റോഷൻ. Present, sir. അനശ്വർ. Present, sir. അനുഗ്രഹ്. Present, sir. അശ്വന്ത്. അശ്വന്ത് ഇല്ല. ധ്യാൻ. Present, sir. നദ. നദ ഇല്ല. Present, sir. ഓക്കെ, നദയില്ല. ഫാത്തിമ നദയില്ല. ഓക്കെ, സഫ. Present, sir. Present, sir. അശ്വന്ത് കേട്ടു. Present, sir. ഓക്കെ. സന. Present, sir. ആരാ പറയുന്നത്? ജ്യോതിഷ്. Present, sir. കൈലാസ് നാഥ്. Present, sir. മുഹമ്മദ് മുഹദ് ഫറൂഖ്. Sir, ഉണ്ട് sir. Hello. ഓക്കെ കേട്ടു. ഫറൂഖ് ഇല്ല. ഓക്കെ. നീഹ. Present, sir. നിഖിൽ ദാസ്. Present, sir. പ്രണവ് രാജ്. Present.
സായന്ത്. പ്രസന്റ്. ഓക്കെ, സോ അബ്സെന്റ് മാർക്ക് ചെയ്തത് മുഹമ്മദ് മുവാദ് ഫാറൂഖ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു.